നമസ്കാരം, ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. നമ്മുടെ കാര്യക്കാരെത്തിയിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജൻ ചേട്ടാ ആൻഡ് പ്രജോ ചേട്ടാ. നമസ്കാരം. പതിപോലെ നമ്മൾ എത്തിയിരിക്കുന്നു. ആദ്യത്തെ സ്കിറ്റ് വിളിക്ക്. നല്ലൊരു ടീമാണ് വരാൻ പോകുന്നത്. സ്കിറ്റുകളെല്ലാം അടിപൊളി കളിക്കുന്ന ഒരു ടീമാണ്. സുധീഷ് ഉണ്ട്, ബിജു ചേട്ടനുണ്ട്, ദീപ്തി ഉണ്ട്. അവരുടെ ഒരു സ്കിറ്റ് ഇനി അങ്ങോട്ട് കണ്ടു. പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം വന്നേ, പൈപ്പിൽ വെള്ളം വന്നേ, എല്ലാരും ഓടിവാ, പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം വന്നേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. കണ്ടാ, പഞ്ചായത്ത് പൈപ്പിൽ കുടിവെള്ളം വന്ന്. പഞ്ചായത്ത് പൈപ്പിൽ പിന്നെ കുടിവെള്ളം വരാണ്ട് പാൽപ്പായസം വരൂ. രാവിലെ വന്നോർണ തുടങ്ങി അങ്ങോട്ട്. നിന്റെ കുടോ എന്റെ പൊന്നു മണിക്കുട്ടി, നിന്റെ കുട എന്റെ കുട അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ കുടം ഇത് എന്റെ മണിക്കുട്ടിയുടെ കുടം. മണിക്കുട്ടിയുടെ കുട എപ്പോഴും പഞ്ചായത്ത് പൈപ്പിന്റെ അവിടെ സീനിയാർട്ടി ലീല ചേച്ചിയുടെ കുടം ബാക്കി. മതി മതി, സീനിയാർട്ടി അത്ര തന്നെ. അല്ല, പൈപ്പിൽ വെള്ളം വന്നിട്ട് ഇതിൽ വെള്ളൂലല്ലോ. പൈപ്പില് വെള്ളമൊന്നും വന്നില്ല, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ആള് വന്നല്ലോ. ആര്? എന്റെ മണിക്കുട്ടി ഇതാ ഉരുണ്ടുരുണ്ട് നിക്കണ്. എന്റെ മണിക്കുട്ടിയാ? ചേട്ടാ, കാര്യം ശരി, നിങ്ങൾ എന്നെ മുറിച്ചെറുക്കനൊക്കെയാണ് എന്ന് പറയും. നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ വേണ്ടിട്ട് എന്ത് കാര്യത്തിന് ഇങ്ങനെയൊക്കെ എന്റെ പുറകെ കിടക്കുന്നത്? എനിക്കൊരു ഭാവി ഉള്ളതാണേ. നിനക്ക് ഭാവി മാത്രമല്ല, നല്ല രീതിയിൽ വർത്താനം പറയണ ഒരു ഭൂതവും കൂടെ ഉണ്ട്. ഏത് ഭൂതം? നിന്റെ അച്ഛ എന്റെ മാമൻ. ചേട്ടാ, എന്റെ അച്ഛനെങ്ങനെ അറിഞ്ഞാലിട്ടില്ല. ആ, നിന്റെ അച്ഛ എറിഞ്ഞോണ്ടല്ല, അമ്മയാണെ തിരിച്ചറിയും. പഴയ ബിജു ഒന്നല്ല, ഞാൻ തിരിച്ചറിയും. അതല്ല, എന്റെ അച്ഛൻ നിങ്ങൾ ഈ കുടം കൊണ്ട് എന്റെ പുറകെ നടക്കണ അറിഞ്ഞ തിന്നളയൂട്ടാ. എന്റെ അച്ഛൻ പ്ലാസ്റ്റിക് കുടോടി തിന്നണത്. അതല്ല, ഇതൊക്കെ നിങ്ങൾ തിന്നളയൂന്ന്. ഇത് കൊറേ ദിവസമായല്ലേ ഈ പണി തുടങ്ങിയിട്ട്. ഈ ഓസ് നേരെ പോകുന്നത് ശാന്തതി ചേച്ചിയുടെ മറ്റേ റബ്ബർ വിളയിലാണ്. അവിടെ നടക്കുന്ന ചീരയും സാധനങ്ങളെല്ലാം നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ടേക്കുന്നത്. ഇന്ന് നടക്കൂല. ഇന്നത്തോടുകൂടി ഒരു തീരുമാനം ഉണ്ടാക്കും. നാട്ടുകാർക്ക് ഇവിടെ കുടിക്കാൻ വെള്ളമില്ല. പിന്നെയാണ് അവിടെ വലിച്ചിട് വലിച്ചിട്. വീര്യം പകരാം എന്തോന്ന് മാമ ഇങ്ങനെ? അല്ല, സാധാരണ എന്റെ എൻട്രി എന്ന് പറയുന്ന അലപ്പും ബഹളവും കുന്തളിപ്പാണല്ലോ. ഇന്നൊരു വെറൈറ്റിക്ക് എഴഞ്ഞു വന്ന് എങ്ങനെയുണ്ട്? കൊള്ളാമോ? നന്നായിരിക്കണേ. ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഏത് ഞാൻ എഴഞ്ഞു വന്നാൽ നീ കംപ്ലൈന്റ് ചെയ്യോ? എഴഞ്ഞു വന്നതല്ല, ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. അത് ഓൾറെഡി കംപ്ലൈന്റ് ആണല്ലോ. അല്ല, ടാപ്പ് കംപ്ലൈന്റ് അതല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞു കൊടുക്കും. നീ ഇത് പറിച്ചു കൊടുത്താൽ ശാന്തയുടെ വഴക്ക് കേൾക്കും, അല്ല ഒന്നും കിട്ടത്തില്ല. അത് പറിച്ചു കൊടുക്കണമെന്നല്ല, ഞാൻ പഞ്ചായത്തിൽ ചെന്ന് പറയും. നോക്കിക്കോ, നീ പഞ്ചായത്തിൽ പോയി എന്തോ പറയും. ഈ ഇവിടുന്ന് മനുഷ്യർ കുടിക്കാൻ വെള്ളമില്ല. ഇവിടുന്ന് നേരെ ശാന്തയുടെ പറമ്പിലോട്ടാണല്ലോ ഇത് എടുത്തേക്കുന്നത്. മാമന്റെ കൈയാണ്, എനിക്കറിയാം. ദൈവമേ, വല്ലപ്പോഴും കട്ടൻ ചായ കുടിക്കാൻ പോകുന്നേ ഉള്ളു. ഇല്ലാ വചനൊന്നും പറഞ്ഞുണ്ടാക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. അല്ല, മാമന്റെ കൈ കൊണ്ടല്ലേ ഈ ഓസ പറമ്പിലോട്ട് ഇട്ടത്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. പഞ്ചായത്ത് എന്റെ പേര് വലിയ വിഷയമൊന്നും ഉണ്ടാക്കില്ല. ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിലാണല്ലോ പോയത്. നാട്ടുകാർക്ക് ഇവിടെ ഒരു ടാങ്ക് വെള്ളം കിട്ടിയിട്ട് തികയില്ല. ഈ മാമ എങ്ങനെ മാമ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണത്? ഈ ഒരു പെഗ് അടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം തന്നെ ധാരാളം. ചോദിക്കല്ലോ, ഒറ്റ പെഗ്ഗേ ഉള്ളു. കാലത്ത് അതിന് രാത്രി ആര് നിർത്തി? രാത്രി തൊട്ട് കണ്ടിന്യൂ രാവിലെ വരെ അടിയല്ലായിരുന്നോ? മാമ, ആൽക്കഹോൾ ഡ്രിങ്കിങ് ഇൻജൂറീസ് ടു ഹെൽത്ത്. ഇവരൊക്കെ വീട്ടിൽ പോയി പറയൂടാ. അല്ല, ക്രിസ്മസിന് ന്യൂ ഇയറിനും വിറ്റതേ കേരളത്തിൽ 712 കോടി മദ്യമാണ്. അതുകൊണ്ട് അവരൊക്കെ വീട്ടിൽ നീ പോയി ഇതുപോലെ പറയോ? എന്നെ കൊണ്ട് പറ്റൂല. അവന്റെ വാക്ക് മുട്ടി. മോളെ, മോള് പോ, അകത്തോട്ട് പോ. അത്ര യവന്റെ അടുത്ത് 2 വർത്തമാനം എനിക്ക് പറയാനുണ്ട്. മാമ, നീ എന്നെ മാമാന്ന് വിളിച്ചു പോരുത്. എന്തൊക്കെ താപ്പടാ നിനക്ക്? എന്താടാ കുഴപ്പം നിനക്ക്? എന്തുവാ? മാമനല്ലേ പറഞ്ഞത് മാമാന്ന് വിളിക്കല്ലെന്ന്. എനിക്ക് എന്തെങ്കിലുമൊക്കെ വിളിക്കണ്ടേ? ഈ ഞാനും അനന്തരവൻ ഒരു ബന്ധവും ഇല്ല, ഞാൻ പറഞ്ഞേക്കാം. എങ്ങനെയാലും എന്റെ മോള് മണിക്കുട്ടിയെ കെട്ടണല്ലേ, അത് നടക്കൂല. മാമ, എനിക്ക് എന്താണ് ഒരു കുറവ് പറ. നിനക്ക് കുറവേ ഉള്ളതാ, എല്ലാം കുറവാണ് നിനക്കുള്ളത്. എനിക്ക് നല്ല വിദ്യാഭ്യാസം ഇല്ലേ? നിന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമൊന്നും പറയണ്ട. പഠിച്ചോണ്ടിരുന്നപ്പോ ഇവന്റെ അടുത്ത് മാലിദ്വീപിന്റെ പടം വരയ്ക്കാൻ പറഞ്ഞപ്പോ മാലിനിയുടെ പാവാടയുടെ പടം അത് മാമ, ഞാൻ കേട്ട എന്റെ കുഴപ്പമാണ്. കൊച്ചിലെ എന്നെ സ്കൂളിൽ വിളിക്കുന്നത് ജൂനിയർ സയന്റിസ്റ്റ് എന്നാണ്. ഞാൻ എന്തെല്ലാം
സാധനങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. സയന്റിസ്റ്റേ, നിന്നെ ആ സുധാരൻ തിരക്കി കിടക്കണ്. എന്തിന്? അവന്റെ മോന് താടിയും മീശയും വളരാൻ കരണ്ടി നെയ് കൊടുക്കാൻ പറഞ്ഞു ഇവൻ കൊടുത്തത് മയിലെണ്ണ. ആ ചെറുക്കന് ഇപ്പൊ താടിയും മീശയും വരുന്നതിന് പകരം മയിൽപ്പീലി കിളിച്ചു ഇറങ്ങിയിരിക്കുന്നു. ആ രാവിലെയൊക്കെ ചെന്ന് നോക്കണം, ആ ചെറുക്കൻ മയിൽപ്പീലി പൊക്കിയിട്ടാ പല്ല് കേൾക്കണം. അത് പറ്റിപ്പോയി മാമ. പിന്നെ അമ്മ എന്റെ അടുത്ത് ഈ അമ്മയുടെ ആരും മിണ്ടി പോരുത്. ആങ്ങളായ എന്റെ വാക്ക് കേൾക്കാതെ ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയവളാ. അതെന്തൊരു വർത്താനം? എന്റെ അച്ഛന്റെ കൂടെയാണ് അമ്മ പോയത്. അത് തന്നെ, അന്ന് ഒളിച്ചോടി പോയതാ. അവള് പറഞ്ഞാണ് എവളെ കെട്ടിട്ട് ഈ സ്വത്തും കൊണ്ടങ്ങ് ചെല്ല. അല്ലടാ, ഇതുപോലെ ആർത്തിയുള്ള ഒരു കൂടപ്പിറപ്പിനെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ അമ്മയാണ്. എന്റെ അമ്മയ്ക്ക് ആർത്തിയില്ല. എന്റെ അമ്മയ്ക്ക് ആർത്തിയില്ല. അമ്മയ്ക്ക് ആർത്തിയില്ല. കുഞ്ഞു ഉറുമ്പ് അരിമണി കൊണ്ടുപോയപ്പോ ആ അരിമണി തട്ടിപ്പറിച്ച് കഞ്ഞി വെച്ച് കുടിച്ചോളാൻ ഇവന്റെ തള്ള. ആർത്തിയില്ല. മാമ അമ്മ പറഞ്ഞേ മാമന്റെ മനസ്സെന്ന് പറഞ്ഞ് ഭയങ്കര എളിമ വിനയുള്ളതാണ്. പ്ലിക്കോ എന്ന് പറഞ്ഞ് മാമന്റെ ഹൃദയം അലിഞ്ഞു. പിന്നെ മാമൻ കോലേസ് ആണല്ലോ പ്ലിക്കോ എന്ന് പറഞ്ഞാല്. അങ്ങനെയൊന്നും മാമന്റെ മനസ്സലില്ല. എനിക്ക് കുറെ പ്ലാൻ ഉണ്ട്. എവിടെന്നേലും 1-2 ലക്ഷം രൂപ ഉണ്ടാവണം. മോളെ കയറ്റി അങ്ങ് വിടണം. എന്തിനു മുളയിൽ കയറ്റി വിടുന്നത്? താഴെ നിർത്തിക്കൂടെ അവളെ? പിന്നെ എന്റെ മോളെ വിദേശത്ത് എവിടെങ്കിലും കയറ്റി വിടണമെന്ന്. നാട്ടിലെ ആരുമായിട്ട് ഒരു സഹകരണമില്ല. വിദേശത്ത് ആരുണ്ട് ബന്ധം? ആര് പറഞ്ഞു? പണ്ട് ഞങ്ങള് ചെറുപ്പകാലത്ത് ഞാനും എന്റെ കൂട്ടുകാരും കൂടി കോവളത്ത് പോയി. അവിടെ എനിക്ക് കിട്ടിയല്ലോ ക്ലാർനെറ്റിനെ. എങ്കിൽ വെളുക്ക ഇരുന്ന് കുത്തിയിരുന്ന് ഊതാത്തന്ത്. എടാ അതല്ല, പിന്നെ അവിടുത്തെ മദാമ ഒരു ക്ലാർനെറ്റ് എന്ന് പറഞ്ഞൊരു മദാമയെ കിട്ടി. പിന്നെ അവരുടെ വീട്ടിൽ ഞാൻ കുറെ നാള് ജോലിക്ക് നിന്ന്. അങ്ങനെ ഈ മദാമയ്ക്കൊരു കുരുവാ. മദാമക്കുരു മാമ പറഞ്ഞു. ഇവിടെ അങ്ങനല്ല, മദാമയ്ക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് കണ്ണ് വന്നു, കാല് വന്നു, മൂക്ക് വന്നു. അതോടെ എന്റെ ജോലിയും പോയി. അതെന്തിനു മാമ അങ്ങനെ മാമന്റെ ജോലി പോകാൻ കാര്യം? ഇതല്ല എന്നെ പോലെ ഇരുന്ന് അവിടെ ജോലിക്ക് നിർത്തുവോ? അടിച്ചാണ് ഓടിച്ചത്. അടിച്ച് ഓട്ടിച്ചല്ലേ നീ മാറ്. അപ്പുറത്തെ പഞ്ചായത്തിൽ ഉള്ളവനാ. ഇവിടെ എന്റെ മോളെ കാണാൻ വെള്ളം പിടിക്കാൻ വന്നത്. മാറാൻ അങ്ങോട്ട്. അപ്പുറത്തെ പഞ്ചായത്തിൽ പോയി പൈപ്പിൽ നിന്ന് വെള്ളം പിടിക്കാം. മണിക്കുട്ടിയുടെ വേദി നമ്പർ 1 മോണോ ആക്ട്, ബിജുവിന്റെ മോണോ ആക്ട്. നീ എത്ര അഭിനയിച്ചെന്ന് പറഞ്ഞാൽ എവളെ ഞാൻ കെട്ടിച്ചില്ല. ഞാൻ ആരാ ചൂണ്ടിക്കാണിക്കുന്ന അവളെ മാത്രമേ മണിക്കുട്ടി കെട്ടു. എനിക്ക് മാമൻ ചൂണ്ട്. അവന്റെ ഫ്രണ്ടി വന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഫ്രണ്ടി നിക്കണ്ടാ നീ. ഞാൻ അറിയാമോ, ഞാനൊരു വാക്ക് പറഞ്ഞതാ. നിനക്ക് ഈ വെട്ടിക്കോട്ട് രഘുവിനെ അറിഞ്ഞൂടാ. പേരും രൂപമായിട്ട് ഒരു ബന്ധവും ഇല്ല. പെറ്റിക്കോട്ടെന്ന് പറഞ്ഞിട്ട് നാണ്ടാ ഷർട്ടും കയ്യിലും കൊണ്ടുപോയിട്ടുണ്ട്. അതല്ല, പിന്നെ വെട്ടിക്കോട്ട് രഘുവിന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാന്ന്. മോളെ മണിക്കുട്ടി, നീ നമ്മുടെ ടീമിൽ നിന്ന് പോണോ? ഇല്ല, എവിടെ പോണെന്ന് പറഞ്ഞു. സതീഷേട്ടന്റെ ഫോണോ അവര് വീട്ടിൽ നിന്ന് കല്യാണം. സതീശൻ വരുന്നോ? വിളിക്ക്. സതീശൻ എന്നെ കല്യാണം കഴിക്കാൻ വിളിച്ചൊക്കെ. കല്യാണം കഴിക്കാൻ പോണോ? പെണ്ണ് കാണാനൊക്കെ കഴിഞ്ഞു. അവര് വീട്ടിൽ കുഞ്ഞമ്മയും മാമന്മാരൊക്കെ ബന്ധം ഉറപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അയ്യോ, അപ്പൊ ഏകദേശം ഉറച്ച മട്ടാണല്ലേ? ഉറച്ച മട്ടല്ല, ഇളം മട്ടം വെച്ച് നമ്മൾ കറി വെക്കും കല്യാണം. നീ നിന്റെ അമ്മയും കൂടി വന്ന് തിന്നിട്ട് പൊക്കോണം. മാമ, ഞാൻ വിചാരിച്ചു നിങ്ങൾ തമാശക്കാണ് പറയണത്. എടാ, തമാശക്കാണ് ഓരോന്നൊക്കെ പറയണത്. ചിലതിന് ചിരി കിട്ടും, ചിലതിന് ചിരി കിട്ടൂല. ബിജു, നീ അടുത്തതിനെ പിടിക്കണം. നീ എന്താണ് ഞാൻ ഒരു കാര്യം പറയാ, നീ ഇവിടെ മനസ്സിൽ അങ്ങ് മറക്കണം. അത് പറ്റൂല. എന്താടാ? അവൾ എന്നെ മനസ്സിൽ മായ ചേച്ചിയാണ്. അപ്പൊ വേറെ മായ എന്ന് പറഞ്ഞൊരു പെണ്ണും അല്ല, മനസ്സിൽ നിന്ന് മായച്ചു കളയാൻ പറ്റൂലെന്ന്. ഈ കുടുംബത്തിൽ ഒരു നല്ല കാര്യം നടക്കാൻ പോവാണ്. നോക്കിയും കണ്ടൊക്കെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിക്ക്. നീ ഒരു കാര്യം, ഞാൻ സതീശൻ ആ പെണ്ണും ചെറുക്കന്റെ കൂട്ടരെ കൊണ്ട് വരും. നീ ഒന്ന് പോയി നോക്ക്. ഇവിടെ പോടാ ബിജു, അവിടെ താളം തല പോ. ബിജു പോ പോണേ. നീ ഒരു കാര്യം, സതീശനെ വിളി. എടി, കുളിക്കാൻ വെള്ളമുണ്ടോ? ഒരു കപ്പ് വെള്ളമുണ്ട്. അപ്പൊ ഇന്നും കുളിയില്ല, മോൻ കഴിവില് മാത്രം. സതീഷേട്ടാ ഇവിടെ എത്തി. അമ്പലത്തിന്റെ ഇവിടെ നിന്ന് 6-7 കിലോമീറ്റർ. ഇവിടെ ജംഗ്ഷനിൽ വന്നിട്ടേ രഘുവിന്റെ വീഡിയോ വെച്ചാൽ കീട രഘുവാ. ആരാ പറഞ്ഞ കീട രഘുന്ന്? വെട്ടിക്കോട്ട് രഘു എന്ന് പറഞ്ഞാൽ മതി. വാ ഇങ്ങോട്ട് ആണം കൊല്ലി. ആലോചിച്ചതേ ഉള്ളൂ. ഫോൺ നമ്പരും കൊടുത്ത് വിളിയും സൊള്ളക്കവും വീഡിയോ ചാറ്റും. പാവപ്പെട്ട ഒരുതൻ കണക്കിരുന്ന് വിളിച്ചിട്ട് ഒരു കോള് പോലും എടുക്കില്ല. നീ ചിരിച്ചോണ്ട് പോടി. നിന്റെ അവസാനത്തെ ചിരിയാണെന്ന്. ബിജുവിന് കിട്ടാത്തത് ഇവിടെ വേറെ ആർക്കും കിട്ടണ്ട. അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. അവളുടെ ഗ്ലാമർ കണ്ടല്ലേ മറ്റേ വീണത്. ഈ ആസിട്ട് കൊണ്ട് അവളെ ഗ്ലാമർ നിന്നൊരു തീരുമാനം ഉണ്ടാക്കാം. ആസിട്ട് ഞാൻ അകത്ത് കയറുന്നു, അടപ്പ് തുറക്കുന്നു, മുഖത്തൊഴിക്കുന്നു, അടപ്പ് തുറക്കുന്നു, മുഖത്തൊഴിക്കുന്നു, അടപ്പ് തുറക്കുന്നു, മുഖത്തൊഴിക്കുന്നു, അടപ്പ് തുറക്കുന്നു. എന്താടാ ബിജു ഇത്? ഇതെന്തുവാ ബിജു ഇത്? ആസിട്ട് മാമ. എടാ, ഷീറ്റ് അടിക്കാൻ അവിടെ ആസിട്ട് തീർന്നിരിക്കും. ഞാനിപ്പോ അങ്ങോട്ട് ചിന്തിച്ചതേ ഉള്ളൂ. ഇത് ആര് പറഞ്ഞു തന്നു ബിജു നിന്റെ അടുത്ത്? എന്റെ മനസ്സിൽ തോന്നിയത് മാമ. എടാ, നിന്റെ മനസ്സിൽ ഞാനൊന്ന് നോക്കിക്കോണെന്നെ പറഞ്ഞതേ ഉള്ളൂ. നീ കണ്ടറിഞ്ഞ് ചെയ്യുക തന്നെ ബിജു. ചാടിച്ചാടി നില്ല് ബിജു അങ്ങോട്ട്. എടാ പോടാ ബിജു. ആ സതീശനൊക്കെ ആ സുധാരന്റെ വീട്ടിൽ പോയി കല്യാണം മുടങ്ങുമെന്ന്. മുടങ്ങട്ടെന്നെ പുല്ല്. അല്ല, ഞാൻ അങ്ങോട്ട് പോവാൻ തുടങ്ങട്ടെന്ന്. എടാ പോടാ, ചാടിച്ചാടി
നില്ല് ബിജു അങ്ങോട്ട് പോ ബിജു അങ്ങോട്ട്. മോളെ മണിക്കുട്ടി പൗഡർ ഇട് പൗഡർ ഇടാൻ പോണേ അച്ഛാ. നീ ഇടുന്ന എന്തിനാ ഞാൻ ഇടാം. ഒന്നാമതേ അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ സതീഷിന്റെ ഒരു കുഞ്ഞമ്മയെ കണ്ടായിരുന്നു. പുള്ളിക്കാരിയൊക്കെ വരുന്നില്ലേ? മതി. ഇതെന്തൊരു സ്വന്താ? സുന്ദരായിട്ടില്ലേ? ഇച്ചിരി പൗഡർ ഇട്ട് ചാടി ചാടി നിൽക്കണം. നിന്റെ ചാട്ട ഇന്നത്തോടുകൂടി തീരുവടി. അമ്മയാണ് തീരും. ബിജുവിന് കിട്ടാത്തത് ലോകത്തൊരുത്തിനും കിട്ടണ്ട. ഇവളുടെ കുടുംബത്തോടെ എരിച്ചു കളയണം. ആദ്യം ആ കിളവനെ തട്ടും. പെട്രോൾ വീടിന്റെ ചുറ്റും ഒഴിക്കുന്നു, തീ കത്തുന്നു. തന്റെ മോളും ഫ്ലാഷ്. പെട്രോൾ ഒഴിക്കുന്നു, തീ കത്തിക്കുന്നു, ഫ്ലാഷ്. പെട്രോൾ ഒഴിക്കുന്നു, തീ. എന്താ ബിജു ഇത്? ഇതെന്താ ബിജു ഇത്? ബിജു ഇതെന്തോ ബിജു ഇത്? പെട്രോൾ മാമ. ദൈവമേ, വണ്ടിയിൽ പെട്രോൾ എന്ന് പെട്രോൾ മേടിക്കണമെന്ന് ഞാൻ മനസ്സിൽ ഇപ്പൊ കരുതിയതേ ഉള്ളു. ഇത് ആര് പറഞ്ഞു തന്നു ബിജു നിന്റെ അടുത്ത്? എന്റെ മനസ്സിൽ തോന്നി ചെയ്യണം. എടാ നീ വീണ്ടും സ്കോർ ചെയ്യാനാ ബിജു. നീ എന്തോ ബിജു ചാടിച്ചാടിയ ബിജു നിന്റെ അവിടെ നീ സതീഷിനെ കണ്ട ഇവിടെ പോയി നോക്കടാ ബിജു. ചാടിച്ചാടിയ കൂടെ നിക്ക് ബിജു അങ്ങോട്ട്. അവൻ കല്യാണം അങ്ങോട്ട് ഉറപ്പിച്ചോളാം. പെണ്ണിന്റെ കളിയും ചിരിയേ നടക്കട്ടെ. തെന്നി തെന്നി വളകൾ കൊഞ്ചി കൊഞ്ചി കഥകൾ നെയ്ത് വന്ന പൂങ്കാറ്റെ കുളിരു കമ്മലിട്ട് കവിളിലൊന്ന് തൊട്ട് കുടുങ്ങി കൂടി കളിയാടാ. ഡമാക്ക് 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 ഡം ഡൂം ഡൂം ഡമ ഡൂം ഡൂം ഡമക്ക് 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 ഡമ ഡൂം ഡൂം ഡമ നിന്റെ അവസാനത്തെ ആട്ടം കല്യാണ ഉത്സവം പാട്ടും കൂത്തുമായിട്ട് കൊഴിപ്പിക്കാനാണ് പ്ലാന്. അമ്മയാണ് ഇന്നത്തോടെ തീരും. രണ്ടും തീരും. ആ സെറ്റും പെട്രോളും കയ്യിൽ നിന്ന് പോയി. അത് വിട്. ഇതിൽ ഞാൻ തോക്കൂല ബിജു. തോക്കരുത്. ഇതിന്റെ ഒരു സൈഡ് ആ കിളവന്റെ കഴുത്തില്, മറ്റേ സൈഡ് അവളെ കഴുത്തില്, ഒരു സൈഡ് അയാളെ കഴുത്തില്, ഒരു സൈഡ് എന്താ ബിജു ഇതെന്തുവാ ബിജു ഇത്? ഇതെന്താ ബിജു ഇത്? മാമ കൊലക്കയറ്. ഒരു കൊല അവിടെ ചാഞ്ഞു നിൽക്കുന്നു. അതിനൊരു കയറ് കെട്ടണോന്ന് ഞാൻ ഇപ്പൊ അങ്ങോട്ട് ചിന്തിച്ചതേ ഉള്ളൂ. ഇത് ആര് പറഞ്ഞു? എനിക്ക് മനസ്സിൽ തോന്നി ചെയ്യണേണം. വീണ്ടും നീ പ്രേക്ഷകരുടെ മുന്നിൽ സ്കോർ ചെയ്യാണ് ബിജു. നീ അങ്ങ് സ്കോർ. നിന്റെ മനസ്സ് ചാടി നിക്ക് ബിജു അങ്ങോട്ട്. കയറെങ്കിൽ കയറ്. ഇന്ന് ആ കൊലയിൽ കെട്ടണം. ഇല്ല, അങ്ങനെ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ലല്ലോ. മാമന്റെ അടുത്തൊന്ന് പറഞ്ഞു നോക്കാം. ചിലപ്പോ വീണെങ്കില. മാമ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട് ബിജു. മാമ എന്റെ ലൈഫാണ്. നിന്റെ ലൈഫിന്റെ കാര്യം തന്നെ ഞാനും ചിന്തിക്കാൻ തുടങ്ങിയത്. എടാ ഞാന് മനസ്സിൽ കാണുന്നതെല്ലാം നീ മാനത്ത് കാണുക. നമ്മുടെ കുടുംബത്തെ അങ്ങനെ ആരെയും ഞാൻ കണ്ടിട്ടേ ഇല്ല. മാമൻ ചോദിക്കുന്നുണ്ട് അവിവേകമാണോന്ന് കരുതരുത് ബിജു. നീ വേണം ഈ നിൽക്കുന്ന എന്റെ മോള് മണിക്കുട്ടിയുടെ കഴുത്തി താലി കെട്ടാൻ. നേരെ താങ്കളെയായിട്ട് അവിടെ നിൽക്കാൻ. ആങ്ങളെയായിട്ട് നിൽക്കാൻ. വലിച്ച മറുപടിയായി പോയി കേട്ടോ. അതല്ല ബിജു, ഞാൻ മനസ്സിൽ കാണുന്നില്ല. നീ കാണൂല്ലേ? നീ മരുമോനല്ലടാ. നീ എന്റെ മകനാ, പിറക്കാതെ പോയ മകൻ. കാണത്തില്ലടാ എല്ലാത്തിനും കൂടെ. വെള്ളം വന്ന് ബിജു. അറിയാം മാമ. ഇവിടെ ഇരിക്കണ കംപ്ലീറ്റ് കുടത്തിലും വെള്ളം നിറച്ച് അടുക്കള കൊണ്ട് വെക്കണം. ചെറുക്കം കൂട്ടർ വരുമ്പോ വഴി തെറ്റാതെ കറക്റ്റ് ഇവിടെ കൊണ്ട് എത്തിക്കണം. ബിജു ഇത് എങ്ങനെ മനസ്സിലായി ബിജു നിനക്ക്? മനസ്സിൽ തോന്നിയിട്ട് പറയണയാണ് മാമ ഇതൊക്കെ. ബിജു നീ വീണ്ടും നീ സ്കോർ ചെയ്യ തന്നെ. മാമ നല്ല ഉഗ്രനൊരു സ്കിറ്റ്. നല്ല കൈഡി. പ്രചോദേട്ടാ ഐശ്വര്യമായിട്ട് തുടങ്ങാം. ബിജു എന്തോ ബിജു എന്താ ഈ കാണിക്കുന്നേ? സുധീഷേ, ദീപ്തി അടിപൊളിയായിരുന്നു. ഗംഭീര പരിപാടിയായിരുന്നു. കാരണം നമ്മൾ തുടക്കം തൊട്ട് നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ചില സിനിമകൾ അപ്രതീക്ഷിതമായിട്ട് വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ വന്ന് കണ്ടിറങ്ങിയിട്ട് കിടില അഭിപ്രായമായിരിക്കും. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് പോയി ഒരു പൊളി അങ്ങോട്ട് പൊളിച്ചിട്ട് പിന്നെ നിർത്താതെ ചിരിയായിരുന്നു. അത് നിങ്ങളുടെ പ്ലേ 3 പേരും അസാധ്യമായിട്ട് പ്ലേ ചെയ്തു കേട്ടോ.
പിന്നെ എനിക്ക് സുധീഷിന് ഇൻട്രോയ്ക്ക് ഒരു ഉഗ്രം കഴിയും കേട്ടോ. അതൊരു നല്ല തോട്ടായിരുന്നു ആ ഒരു വലിച്ചുള്ള വരവ് പരിപാടികളും. പിന്നെ ബിജു വർഗീസിന്റെ പരിപാടികളായിരുന്നു. ആ ബിജുവിന്റെ ഓരോ വരവിനും നമുക്ക് ചിരിയാണ്. ആദ്യം ആസിഡ് കൊണ്ടുവരുന്നു, അതിനുശേഷം മറ്റേ രണ്ടാമത് മൂന്നാമത് കയറ് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിനെല്ലാം ഓരോ റീസൺസ് ഉണ്ടാക്കി നല്ല രസമായിട്ടൊരു അച്ചടക്കമുള്ളൊരു സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റിന് ഉഗ്രം കൈഡ് തരണം. കാര്യം അത് ആ സ്ക്രിപ്റ്റിൻ്റെ ജഡ്ജ്മെൻറ്റ് നല്ല അടിപൊളിയായിരുന്നു. നിങ്ങൾ കൊണ്ടുവന്ന് ക്ലൈമാക്സും ഗംഭീരമായിട്ട് നിർത്തി. അതിനിടയ്ക്ക് തന്നെ ബിജുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തുവാ ബിജു ഇത്, നീ അടിച്ച് കയറി പാടാ. ഈ സാധനങ്ങളൊക്കെ നല്ല ലൈഫായിരുന്നു കേട്ടോ. 3 പേരും ഗംഭീരമായിട്ട് പ്ലേ ചെയ്തു. ഓൾ ദ ബെസ്റ്റ് 3 പേരും. ദീപ്തി, ബിജു, സുധീഷ്, നല്ല സ്കിറ്റായിരുന്നു. നല്ല സ്കിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കം കണ്ടപ്പോൾ നമ്മളൊരു സ്ഥിരം ഒരു പ്ലോട്ടാണല്ലോ ഇവരെടുത്തിട്ട് വന്നേക്കുന്നത്. നമ്മൾ ഇരുന്നിങ്ങനെ ചിന്തിച്ചു, ചെറിയ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടുന്ന് ഒരു ട്വിസ്റ്റ് അങ്ങോട്ട് വന്നത്. അതാണ് ബിജു ഓരോ തവണ പോയിട്ട് ഓരോരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതൊരു ഗംഭീര കണ്ടുപിടുത്തമായിരുന്നു. ആദ്യം മറ്റേ ആസിഡ് കൊണ്ടുവരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഇതോടെ തീർന്നു, ഇതിപ്പോൾ ഇത് കൊണ്ടുവന്നൊരു ഉപദേശമൊക്കെ ആയിട്ടൊരു മെസ്സേജൊക്കെ കൊടുത്ത് തീർക്കാനുള്ള പരിപാടിയായിരിക്കും. നോക്കുമ്പോൾ വീണ്ടും പറഞ്ഞു വിടുന്നു. പിന്നെ പുറകെ പെട്രോളായിട്ട് വരുന്നു, പിന്നെ കയറുമായിട്ട് വരുന്നു. അപ്പോഴൊക്കെ ഈ അപ്പൻ്റെ ഒരു റിയാക്ഷനിലാണ് ചിരി. ആ ഏരിയ സുധീഷ് പൊളിച്ചടിക്കുന്നു പറഞ്ഞാൽ അതിനൊരു മോഡുലേഷനൊക്കെ ഭയങ്കര രസമായിരുന്നു. അതിന് ബിജു കൊടുക്കുന്ന റിയാക്ഷൻ ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പറായിരുന്നു. എടുത്ത് തിരിവൻ പുള്ളി അവിടെ ഉണ്ടാവും, അപ്പോഴും കൊടുക്കുകയാണ്. പിന്നെ വേറൊന്നുമില്ല, പിടി വീണമെന്ന് മനസ്സിലായി. അങ്ങനെ പോയിട്ട് നല്ലൊരു ക്ലൈമാക്സിലോട്ട് കൊണ്ടു നിർത്താൻ പറ്റിയ നല്ലൊരു സ്കിറ്റ്. ദീപ്തിയുടെ ഭാഗങ്ങൾ ദീപ്തി മനോഹരമായിട്ട് ചെയ്തു. എക്സ്പെഷ്യലി ആ ഡാൻസ് ഒക്കെ ഗംഭീരമായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മുടെ ഇവിടെ വരുന്ന ആർട്ടിസ്റ്റുകളെ ഈ ഷോയുടെ ഔട്ട്പുട്ട് എന്താണെന്ന് മനസ്സിലാക്കി എറിയാൻ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ ചെയ്ത ഈ ഒരു സ്കിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സുധീഷിൻ്റെയും ദീപ്തിയുടെയും ഒരു ടേണിംഗ് പോയിൻ്റാണ് ഈ വേദി എന്ന് ഞാൻ മനസ്സുകൊണ്ട് പറയുന്നു. നിങ്ങൾ വേറെ ലെവലായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടുക്ക് കൈയും കെട്ടി നിൽക്കുന്ന ആ മാന്യം മോശമാണെന്നല്ല. അതെ, ഒരു ടീം വർക്ക്, ചിലത് നിമിത്തങ്ങളാണ് നമുക്ക് വന്നു ചേരുന്നത്. ആ നിമിത്തം നിങ്ങളുടെ 3 പേരുടെ കൂട്ടുകെട്ടിൽ ഈ വേദിക്കല്ല, ഈ വേദിയുടെ പുറത്ത്, അതായത് വേറെ ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ തുടക്കവും ഏറ്റവും വലിയ അധ്വാനമാണ് നിങ്ങളുടെ. കൂടുതലൊന്നും പറയുന്നില്ല, ബാക്കി ഞാൻ പറയാനുള്ളതെല്ലാം അവർ പറഞ്ഞു. എന്തായാലും ഗംഭീരമായിരുന്നു. 3 പേരും അടിപൊളിയായിരുന്നു. അതിൽ 2 പേർക്ക് ഒരു അഡീഷണൽ ചുമ്മാ ഒരു കൈയടി ഞാൻ പ്രത്യേകം തരും. ദീപ്തിക്കും സുധീഷിനും. നടക്കുന്ന ആൾക്ക് ഞാൻ എഴുന്നേറ്റൊന്നൊരു സ്ഥലം. താങ്ക് യു നസീർക്ക. അപ്പോ ഐശ്വര്യമായിട്ട് മാർക്ക് ഷാജൻ ചേട്ടാ. ഞാൻ ഇവർക്കൊരു 13,000 രൂപ കൊടുക്കും. 13,000 രൂപ നസീർക്ക. ഞാൻ 2 രൂപ കൂട്ടി 15,000 രൂപ. 15, 10, 25, 3, 28,000 രൂപ ആയിട്ടുണ്ട്. പ്രചോദേട്ടാ പിടിച്ചോ, താമസിക്കണ്ട. ടോട്ടൽ എമൗണ്ട് അടിപൊളി, നല്ലൊരു എമൗണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ട് പോട്ടെ. ഓക്കെ, എന്തായത് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെയിലൂടെ വന്ന് ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്തിയ ഒരു ഉഗ്രൻ ടീമാണ് വരാൻ പോകുന്നത്. പത്തനംതിട്ടക്കാരാണ്. അടിപൊളി. ഒരുപാട് സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം സുജിത്, ഹരി ആൻഡ് രാജേഷ് കൊട്ടാരത്തിൽ. കേക്ക് അങ്ങോട്ടൊന്ന് കൊള്ളാം. ഇതിന്റെ കാര്യത്തിൽ തീരുമാനമായി. ബാറ്ററി അടിച്ചു പോയി. ഇനി കച്ചവടം ഇങ്ങനെ ആകാതിരുന്നാ മതിയായിരുന്നു. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾക്ക് എന്തോ വേണം? എന്തോ അവിടെ കടുപ്പത്തിലൊരു ചായ അവിടെ അങ്ങനെ മിണ്ടാതിരിക്കും, എടുത്തു തരാം. നിങ്ങൾ കിടന്ന് പാവക്കാതെ നിങ്ങൾക്ക് ഈ ഒരു വിത്തൗട്ട് ചായയിൽ മധുരം കുറച്ച് പണ തരാം. അവിടെ നിന്ന് മിണ്ടാതിരിക്കുക. എനിക്ക് ആകെ പാടുന്ന 2 കയ്യേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഈ കടയില് ഇതുവരെ ഒരു കച്ചവടം നടന്നിട്ടില്ല. എൻ്റെ ദൈവമേ, ആകെ കൂടി പോയത് ഇന്നലെ 10 ചായ, അതും എൻ്റെ ഈ കൈതട്ടി. ചൂടാകാതെ ഈ കടയിലെ ചായക്കില്ലല്ലോ ഇവിടെ ഇത്രയും ചൂട്. പിന്നെ ഇവിടെ മറ്റേ ഷൂട്ടിങ്ങുകാർ വരുന്നെന്ന് പറഞ്ഞില്ലേ, അവരിന്ന് വരും. എൻ്റെ കടയും എന്നെയും സിനിമയിലെടുത്തു. നീ നോക്കിക്കോ, നമ്മൾ രക്ഷപ്പെടും. ശരി, വിളിക്കാം. എവിടെ കയറി പോവാ? കടയ്ക്കകത്തോട്ട്. ഒന്നും മനസ്സിലായില്ല. മനസ്സിലായി. 2, 4 4 വിരലും മടങ്ങുന്നില്ല. നിങ്ങളാന്നാ പറഞ്ഞേ?
ഞാൻ ആ ഡയറക്ടർ സിനിമ പിടിക്കാൻ വന്നല്ലയോ. നിങ്ങള് സിനിയെ പിടിക്കോ മഞ്ജുവിനെ പിടിക്കോ എന്റെ കടക്കകത്ത് വെച്ച് പറ്റത്തില്ലെന്നാ പറഞ്ഞു. സിനിമ പിടിക്കാൻ വന്ന ആളാന്ന്. സിനിമ പിടിക്കാൻ വന്നാണ് ഡയറക്ടർ. അതല്ലേ ഞാനിങ്ങനെ ഇത് ഞാൻ ഫ്രെയിം നോക്കുവാ. അതിനെ ഡയറക്റ്റ് അങ്ങ് പറയണ്ടായിരുന്നു. അത് എനിക്ക് ഇന്ന് ഇവിടുന്ന് കിട്ടും. അവിടെ ഇട്ട് പിടിക്കരുത്. പറയട്ടെ. കൈ ഇങ്ങനെ വലിയ പ്രശ്നം. പോയി ക്യാമറ എടുത്തോണ്ട് വരട്ടെ. എടുത്തോണ്ട് പോവാ. അപ്പൊ ആ സംശയം തീരുമല്ലോ. സിനിമാ പിടുത്തക്കാര് വന്നു. നീ തൊഴിലുറപ്പില്ല പണിക്ക് പോയി പിന്നെ പോയി കുഴിയട പൊളിക്ക് പടി. ഞാൻ ഈ സിനിമയ്ക്കകത്ത് പൊളിക്കോ. എനിക്ക് വേഷം തരാമെന്നാ പറഞ്ഞിരിക്കും. നീ നോക്കിക്കോ. എന്റെ ദൈവമേ. എന്റെ പൊന്നെ കട തുറന്നില്ല. അതിന് മുമ്പേ പൈസ തണ്ടാൻ വന്നേക്കുവാ പിച്ചക്കാരൻ. എന്റെ പൊന്നാണ് ഇത് ചാല. ഞാൻ ഇത് കെട്ടല ഫ്രെയിം കിട്ടുമോ നോക്കണ്ടേ. ഫ്രെയിം കിട്ടുമോ ഫ്രെയിം കിട്ടുമോ നോക്കുവാ. ആദ്യം നോക്കണ്ട. അവളല്ല ഇവിടെ. അത് കിട്ടും. എന്തോ നോക്കുവാ. ഇന്ന് കിട്ടും. ഇവിടുന്ന് കിട്ടും താമസിക്കാതെ എന്റെ ഈ കയ്യിൽ. അണ്ണന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേഷം തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓൾറെഡി ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ. ചുറ്റിയുണ്ടോ? ചുറ്റി എന്നാ അണ്ണാ ചുറ്റിയല്ല. അപ്പൊ അങ്ങനെയാന്ന് ഒരു വേണ്ടായിട്ടാ. വേണ്ട എളുപ്പം തന്നേ. അയ്യോ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അത് പറ. ഏയ് അതെന്തോ വിലങ്കാലി പൊട്ടിക്ക് വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ഒരു വേണ്ട മേടിച്ച് 10 കടി കടിച്ചിട്ട് ഏറ്റില്ല. എങ്ങനെ 10 കടി കടിച്ചിട്ട് അങ്ങനെ ഏറ്റോ. ആ തൊപ്പി എന്ന് എടുത്തേ. എടാ രഘു നീയോ ഓക്കെ. രഘുവേ എടാ നീ അന്ന് ബാലയെ പൊളിഞ്ഞു പോയതല്ലയോ. ഞാൻ ഇപ്പൊ സിനിമ പിടിക്കാനോ പറഞ്ഞേ. നീ ഇപ്പൊ സിനിമ പിടിക്കാൻ നടക്കും. പുതിയ സംവിധാനം ഞാൻ തുടങ്ങിയില്ലയോ. എടാ നീ കഴിഞ്ഞ ആഴ്ച ഇവിടെ വരുമെന്നല്ലേ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ വരാനിരുന്നാ. അതെന്താ? എന്നാലും നമ്മളാ നടത്തിയ ബാലയെ നടത്തപ്പോ അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ചിലർ മനസ്സ് വെച്ചോണ്ടിരിക്കും. നമ്മളെ കാണുമ്പോഴേ ഇത് ഓർമ്മ വന്നിട്ട് എല്ലാവർക്കും ഒരേ സ്വഭാവമാണോ? അല്ല എനിക്കും വേറെ പല സ്വഭാവം. അവര് ചിലപ്പം എടുത്തിട്ട് ഇരിക്കും നമ്മളെ. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച വരാൻ. എടാ മറ്റേ അശോകന്റെ മോൻ എന്തിയടാ? അവനിപ്പം വരുവാ. ഞാൻ ഒരു പുതിയ പടത്തിന് ഷൂട്ട് തീർന്നല്ലോ. സൂപ്പർ പടമായിരുന്നു. ആ പടത്തിന്റെ പേരെന്തുവാ? പറഞ്ഞ നിറം മാറുന്ന ഓന്തിന് എന്തിനാ പെയിന്റ്. സൂപ്പർ പടാ. സിനിമയാണ്. അവൻ ഇതിനകത്ത് മെയിൻ നായകനാ. ഹലോ ഞാനിപ്പോ ഷൂട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ലൊക്കേഷൻ മാറി ഞാൻ നടക്കൂല്ലേ. പക്ഷെ എന്തോ ചെയ്യാനാന്ന് പറ. ഞാനിപ്പോ വേറൊരു ലൊക്കേഷനിലോട്ട് വന്നു. ഓക്കെ ഓക്കെ ഓക്കെ. നമസ്കാരം. നമസ്കാരം. മനസ്സിലായില്ല? അല്ല മനസ്സിലായില്ല. ഇതാണ് ഏമോ 12 മണിക്ക് മുമ്പ് ഉണ്ടായവനോ അങ്ങനെ അല്ല. പിന്നെ അശോകന്റെ മകൻ. അശോകന്റെ അശോകന്റെ മോനെ മഴയില്ല അണ്ണാ. അത് അടിക്കുമെന്ന് എനിക്കറിയാം. നീ വന്നത് ക്ഷീണിച്ചു വേണ്ടിയായിരുന്നു. സൂപ്പർ ഡാൻസർ അല്ലയോ. മെയിൻ നായകൻ ഇവൻ. എന്താടാ മനസ്സിന് പിടിച്ചാന്ന് പറഞ്ഞോ. എനിക്ക് ഇതിന്റെ അകത്തെ പ്രധാന വേഷമാണല്ലോ നീ തന്നിരിക്കുന്നത്. എന്തുവാ തന്നിരിക്കുന്നത്? എനിക്ക് എന്റെ വേഷം അണ്ണൻ ഇതിനകത്ത് നായികയുടെ അച്ഛനായിട്ട് വരും. നായികയുടെ അച്ഛനാണോ? രഘു നിന്നോടൊരു കാര്യം ഞാൻ പറയാം. എന്റെ ഭാര്യ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംശയക്കാരിയാണ്. എന്നെയോ? ഇപ്പൊ നിന്നെയാണോ? ഒരു കൊച്ചിന്റെ അച്ഛനാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളെന്നെ വീട്ടിൽ കയറ്റത്തില്ലെന്ന്. എന്റെ പോലെ അത് ജീവിതത്തിൽ. ഇത് സിനിമയല്ലയോ. സിനിമ അഭിനയിക്കുമല്ലോ. ഫേസ് മൊത്തം വരുമല്ലോ 24 മണിക്കൂർ എപ്പോഴും പടത്തില്ല. നോക്കട്ടെ ഞാൻ നോക്കട്ടെ. ആദ്യം ഇറങ്ങിക്കോ. അണ്ണാ ആ കരയുന്ന ഒരു ഭാഗമുണ്ട്. അതൊന്ന് ഫേസിൽ വരണമല്ലോ. ഫേസിൽ വരണം. സൗണ്ട് മതി. സൗണ്ട് മതി. അണ്ണാ കണ്ണീര് എടുത്തിട്ടേ ഇങ്ങനെ കൊടയുന്ന ഒരു. അപ്പൊ എന്റെ മുഖം വരണ്ടേ? മുഖം വരണം. നോക്കട്ടെ കൊള്ളാന്നാണ് കയറ്റും. കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് സൗണ്ട് മതി. സൗണ്ട് മതി. തല കേറി. തല വേണ്ട. തല വേണ്ട. അണ്ണന് 2 അറ്റാക്ക് വന്നിട്ടിരിക്കുക. അപ്പം എടി നീ എടി 24 മണിക്കൂർ എന്റെ കൂടെ കിടന്നുറങ്ങുന്നവള് നീ അറിഞ്ഞില്ലല്ലോടി. വേറെ ഒരുത്തം വന്ന് പറഞ്ഞിട്ട് വേണം ഞാനിത് അറിയാൻ. എനിക്ക് 2 അറ്റാക്ക് വന്നിരിക്കുവാൻ. ഒരു കാര്യം ചെയ്യും. ആ റേഷൻ കാർഡ് കൊടുത്ത തുണിയെല്ലാം എടുത്തോണ്ട് പെട്ടെന്ന് ആശുപത്രി വേണം. ഞാൻ ഓട്ടോയും വിളിച്ചിട്ട് അങ്ങോട്ട് വരാം. എന്റെ പൊണ്ണെണ്ണ ഇന്ന് സിനിമയിൽ സീന്റെ കാര്യമില്ലേ പറഞ്ഞത്? ആ ക്യാരക്ടറിന്റെ കാര്യമല്ലേ പറഞ്ഞത്. എന്തോ ചെയ്യാന്ന് വെച്ചിട്ട് പോവാൻ. ശരി അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞു പറയട്ടെ. നിങ്ങൾക്ക് 2 അറ്റാക്ക് വന്നിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നീ വന്ന ഡയലോഗ് പറയണം. അപ്പൊ ഈ പുള്ളിയൊക്കെ ഇത് സന്തോഷമായിരിക്കണം. ഈ സന്തോഷം പോകരുത്. പുള്ളി അറ്റാക്ക് വന്നിട്ടിരിക്കുന്ന മനുഷ്യനാ. പുള്ളിയുടെ സന്തോഷം കളയരുത്. എന്നാ ഇത് പറയുകയും വേണം. ആ ഒരു സീനാ ഇപ്പൊ എടുക്കാം. ഇപ്പോഴേ ഫിഗർ പിടിക്കട്ടെ അച്ഛൻ്റെ. അത് ഞാൻ പറഞ്ഞിട്ട് പിടിച്ചാൽ മതി. അച്ഛൻ അത് തുടങ്ങിക്കോ. നെല്ല് ചേട്ടാ സുഖമാണോ? സുഖമാണ് മോനെ. ഒരു മിനിറ്റ്. മാസ്ക് ഇത് ഒന്നൂടെ വന്നേ. ഇങ്ങോട്ട് കയറിയുന്നോ. മുട്ടിന്റെ അവിടെ. ചേട്ടാ എന്താണ് മകനെ? സുഖമാണോ?
ഇതെന്ത് ചെയ്യുന്നത് പിച്ചാത്തി എന്ത് ചേടാ രഘുവേ. എന്താ ഇടപാടാ ഇത് പറയ മാസ്കാണ് ഇതൊക്കെ കടയൊക്കെ മാറാൻ പോവല്ലേ എന്തോ ഈ പറയുന്നത് മുഖം വന്നാ മതി എന്റെ. ആ മുഖം കിട്ടിയ ഇതെന്തോ വലിയ കച്ചവടം ആ ചേട്ടാ പറ. സുഖമാണോ? സുഖമാണ്. അമ്മാവന് സുഖമാണോ? ആ അമ്മാവന് സുഖമായിട്ടിരിക്കുന്നു. അമ്മാവൻ മരിച്ചുപോയി. സന്തോഷിക്ക്. എന്റെ അമ്മാവൻ മരിച്ചു പോയെന്ന് പറഞ്ഞു കേട്ടോടാ. അണ്ണാ മുഖത്തൊന്നും കാണിക്കണ്ട. വേണ്ട, വിഷമം വേണ്ട. മുഖത്തൊരു കുന്തോ ഇല്ല. മുഖം അണ്ണ മുട്ട് വിറപ്പിക്കുക. എനിക്ക് മുട്ട് കിട്ടിയാ മതി. മുട്ടിന് ഇവിടെ ഷൂട്ടിങ്ങാ. പറഞ്ഞോ. അമ്മാവൻ മരിച്ച്. രഘു കുറച്ചു നേരമെങ്കിലും മുഖത്തോട്ടൊന്ന് പിടി. ഞാനില്ലേ നായക. ഇപ്പൊ എന്റെ ഇത് മുഖം മാത്രമേ കിട്ടാവൂ. എന്റെ മൊബൈൽ പൈസ ഇല്ല, ഒന്ന് റീചാർജ് ചെയ്യുന്നു. ആഹാ എടാ അതെന്തോന്നറിയാം, നേരം വെളുക്കും സൂര്യൻ എന്റെ ഈ നെറുകം തലയ്ക്കോട്ട് അടിക്കുന്നത്. അതിനെ ഞാൻ ബിജുവിന്റെ കടയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച് റീചാർജ് ഇവിടെ ഇല്ല. ഒരു കാര്യം ചെയ്യ്. അടുത്തൊരു ഡയലോഗ് ഉണ്ട്, അതൊന്നും ചെയ്യാമോ? എന്തോ പറഞ്ഞോട്ടാ. അപ്പം കാലങ്ങൾ ഒരുപാട് ഉണ്ടാകും. ആരാ പുള്ളിയുടെ മാസം ഡയലോഗാണോ? നിന്റെ നീ അങ്ങോട്ട് പറയണം. കാലങ്ങൾ ഒരുപാട് ഉണ്ടാകും, ഇടിയും മഴയും കുറെ വരും. അതെന്റെ ഫിഗർ ഉണ്ടോ? എവിടെ നോക്കട്ടെ, കിട്ടിയാ കിട്ടി. കാലന്മാര് പുറവേ വരും. വരുമെന്ന് ഇവനെന്തോ ഈ പറഞ്ഞു. ഞാൻ എന്നാ അത് ശ്രദ്ധിച്ചില്ല. ഞാൻ ആ മാസ്ക് ആയ സാധനം എന്തോ നോക്കിയാൽ ചുമ്മാതല്ല ചേടാ. നമ്മളെ അണ്ണ ചുമ്മാരാണ്. ഇതൊക്കെ മാറും, വലിയ കെട്ടിടം വരാൻ പോവല്ലയോ. അലമാരി പിന്നെ മറിക്കാം. കേറിക്കോ. നിക്ക. ചേട്ടാ കാലങ്ങൾ പുറവേ വരും, ഇടിയും തൊഴിയും പുറവേ വരും. അത് വന്നിട്ടുണ്ടായില്ല പോയോ. എടാ കാലങ്ങൾ ഒരുപാടുണ്ടാകും. ആ ഇടിയും മഴയും കുറെ വരും. എന്ത് വായന ഇത്ര മടിയിൽ നിനക്ക് ഈസി അല്ലേ അത് പറയാൻ. ഞാൻ നായകവേഷം വാങ്ങിച്ചിരിക്കട്ടെ. കണ്ടോടാ, അത് മാസ്ക് ആയിരുന്നു. മാസ്ക് അത് 12 മണിക്ക് മുമ്പ് ഉണ്ടായവനെ. പ്ലീസ്. കാലന്മാർ ഒരുപാടുണ്ടാകും, ഇടിയും മഴയും. തെറ്റാളാ. കാലങ്ങൾ ഇനിയും ഉണ്ടാകും. അപ്പം എന്റെ കയ്യിൽ നീ വാങ്ങിക്കും. അപ്പൊ ചേട്ടൻ പറയുമ്പോ ഞാൻ ഇങ്ങനെ ഇതിട്ട് അനക്കാം. അതെന്നാ അപ്പൊ ഡയലോഗ് ലിപ്പ് നീ കൊടുക്കാൻ. ലിപ്പ് ഞാൻ കൊടുക്കും. അത് നടക്കുന്ന കേസല്ല. നീ ചുമ്മാ എന്റെ മുഖം കണ്ടാലും പടം കൊടുത്തുള്ളേ. ആ പടം കൊടുത്തുള്ളെങ്കിൽ ഈ ഡയലോഗ് നീ എന്നാ കംപ്ലീറ്റ് പറ. എന്നാലും എന്റെ പ്രണയിനിയെ ഞാൻ സ്വന്തമാക്കും. നിശ്ചയം. അത്രേ ഉള്ളൂ. എന്നാലും ആക്ഷൻ പറഞ്ഞോ. സോറി. എന്നാലും എന്റെ പ്രണയിനിയെ ഞാൻ സ്വന്തമാക്കും. സാധിക്കത്തില്ല. അയ്യോ തല കയറി. അങ്ങനെ പറയാതെ നിശ്ചയം. അത് പറഞ്ഞാ മതിയോ? 3 നിശ്ചയം. നിശ്ചയം. കല്യാണം ഞാൻ നടത്തി കൊടുക്കത്തില്ല. ചുമ്മാ പറഞ്ഞതാ. കഴിഞ്ഞിട്ട് കളിക്കുന്നതാണോ ഇത്? ഇതെവിടെ പോകും? എവിടെ ചെന്ന് കയറും? എനിക്കറിയാൻ വയ്യ. ഇത് ശരിയാത്തില്ല. രഘുവേ, ഇതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്റെ വയറ്റിൽ പിഴപ്പായി ഇത്. അതവിടെ നിൽക്കട്ടെ. നീ നേരെ കാര്യം പറയട്ടെ. ഇതിപ്പോഴേ ഈ അണ്ണന്റെ അഭിനയം ശരിയാകുന്നില്ല. ഇല്ല, ഈ ലൊക്കേഷൻ ശരിയല്ല. ഞാൻ കളിച്ച് കയറി. നീ കയറി ഏറ്റവും പറയണ്ട. അവിടെ കട കൊള്ളത്തില്ല. നമുക്കൊരു ഷൂട്ടിങ്ങിന് പറ്റിയ സാധനവുമല്ല. ഇനിയിപ്പോ എന്തോ ചെയ്യുന്നു? എന്നോട് പറ. എന്നാ വിഷമിക്കുകയും ചെയ്യല്ലേ. അണ്ണൻ പോരാ. പറഞ്ഞാൽ മനസ്സിലാവും. ഞങ്ങൾ വേറൊരാളെ വിളിക്കുക എന്റെ അച്ഛനായിട്ട് അല്ലേ, അച്ഛനായിട്ട്. അതുപോലെ ഈ കടയും പോരാ. ഈ കട പോരാ. അപ്പം 12 മണിക്ക് മുമ്പ് ഉണ്ടായവനെ ഇങ്ങോട്ട് നീങ്ങി ഡയറക്ടറെ ഇപ്പുറത്തോട്ട് വന്നാട്ടെ. അപ്പം എന്റെ കട പോരാ, എന്റെ അഭിനയം പോരാ. നിനക്ക് എന്റെ അഭിനയത്തോട് പുച്ഛം, നിനക്ക് എന്റെ കട പോരാ. ഇനി ആക്ഷൻ പറഞ്ഞു. ആക്ഷൻ പറ. ചായക്കട ചേട്ടന് ഒരു നല്ല കൈയടി. ഇതെനിക്ക് സെക്കൻഡ് പാർട്ടായിരുന്നു അല്ലേ? ചേട്ടാ അരേ ഇത് സെക്കൻഡ് പാർട്ടാന്ന് പറഞ്ഞു. ഏത് ബാലെ സ്കിറ്റിന്റെ സെക്കൻഡ് പാർട്ടാണ് അല്ലേ? ഈ നമ്മുടെ സ്കൂൾ കണ്ടിട്ട് എന്ത് പറഞ്ഞു എല്ലാവരും? ഭയങ്കരമായിട്ട് വൈറലായി. പ്രത്യേകിച്ച് ആ ആപ്പിൾ വിറ്റാമിൻ അടങ്ങിയിരിക്കും. തൊലിക്കല്ല എനിക്കിട്ടാണോ? പിന്നെ അതിൽ എല്ലാവരുടെ വേഷം വ്യത്യസ്തമായ ഒരു പരിപാടിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു, നല്ല വൈറലായിരുന്നു. ഇതും ഈ പറയുന്നത് പോലെ കൊള്ളാം. ഒരു നല്ല നീറ്റായിട്ടൊരു സ്കിറ്റായിരുന്നു. ഒരു നല്ല കൈയടി അതിനാദ്യം തരികയാണ്. പിന്നെ
എനിക്കിങ്ങനെ തോന്നിയത് കുറച്ച് കൗണ്ടറുകൾ, അതായത് റിഹേഴ്സലിൻ്റെ ഒരു ചെറിയ പ്രശ്നം പോലെ എനിക്ക് തോന്നി. എനിക്ക് തോന്നി ഈ ഡയറക്ഷൻ വരുന്നൊരു സംഭവം ഇച്ചിരി കൂടെ ആടിയത് കുറേ സാധനങ്ങൾ അതിനകത്ത് കയറ്റിയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ നല്ല ചിരി കിട്ടിയത്. കാര്യം അരിയൊക്കെയാണ് ആ സാധനമൊക്കെ നല്ല ചിരിയും പരിപാടികളുണ്ടായിരുന്നു. തുടക്കത്തിലൊരു ചെറിയ പ്രശ്നം, അതായത് വന്ന് ഒരു ലാഗ് പരിപാടികളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു റിഹേഴ്സൽ ഒരു കറക്റ്റായിട്ട് അത് കൊണ്ടുവരുന്നെങ്കിൽ ഇത് വേറെ ലെവലിൽ നിന്നാണ്. എന്തായാലും പൊളിക്കണം. കാര്യം നിങ്ങളെ സ്ക്രീനിൽ കാണുമ്പോൾ ആൾക്കാർക്ക് അത്ര ഇഷ്ടമാണ്, നിങ്ങളുടെ ഹ്യൂമർ കേൾക്കാൻ ആൾക്കാർക്ക് അത്ര താല്പര്യമാണ്, നിങ്ങളെ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് നല്ല ഹ്യൂമറുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും അപ്പോൾ നല്ല നല്ല സ്കിറ്റുകളുമായിട്ട് വരിക. പോരായ്മകൾ എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ, ഞാൻ നിങ്ങളുടെ പോരായ്മകളെ ചൂണ്ടി കാണിക്കുന്നില്ല. കാരണം വെച്ചാൽ അതെന്താ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി ഓരോ സ്കിറ്റുകളും ഗംഭീരമായിട്ടുള്ള ഹ്യൂമർ നിങ്ങൾ കൊടുക്കുക. നിങ്ങളിൽ നിന്ന് അത് കിട്ടിയാലേ ആൾക്കാർക്ക് തൃപ്തിയാവുള്ളൂ കേട്ടോ. അപ്പോൾ 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേട്ടാ, ഹരിയുടെ തൊണ്ടയ്ക്ക് ശബ്ദം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണ്, പനിയാണോ, എന്താ പറ്റി? അത് ഇപ്പൊ 3 ആഴ്ചയായി ചേട്ടാ, മാറുന്നില്ല അല്ലേ? ത്രോട്ട് പെയിൻ ഉണ്ടോ? അപ്പൊ എല്ലായിടത്തും ഉണ്ട്. അപ്പം ഹരിയുടെ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഹരിയുടെ ഇന്നത്തെ ഒരു വളരെ കഷ്ടപ്പെട്ട ഒരു പ്ലേക്ക് ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹരി സാധാരണ കളിക്കുന്ന ആ ഒരു പിച്ചിലല്ല ഇന്ന് കളി. ഒരുപാട് ഡൗൺ പോയതുപോലെ തോന്നി. പക്ഷെ അത് മോശമാണെന്നല്ല പറയുന്നത്. പക്ഷെ ഹരിയുടെ ആ ഒരു എനർജി ഇന്ന് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ആ സ്കിറ്റിനെ അത് ചെറുതായിട്ടൊന്ന് ബാധിച്ചിട്ടുണ്ട്. അതായത് സ്കിറ്റിന്റെ പോക്കിനെ അത് ബാധിച്ചിട്ടുണ്ട്. സാധാരണ നിങ്ങൾ ഇച്ചിരി 3 പേരും നല്ല ഒന്ന് ഇളകി പ്ലേ ചെയ്യുന്നവരാ. അപ്പം ഹരി ഇച്ചിരി വോയിസ് ഇച്ചിരി പ്രശ്നമായിട്ടൊന്ന് ഡൗൺ ആയപ്പോൾ തന്നെ ബാക്കി 2 പേരും അതൊരിച്ചിരി ഒരു ഡൗൺ ആയിപ്പോയി. പിന്നെ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയത് സുജിത്തിൻ്റെ പെർഫോമൻസാണ്. സുജിത്ത് നന്നായിരുന്നു. സുജിത്ത് ആ ക്യാരക്ടർ പിടിച്ച് ആദ്യം മുതൽ സുജിത്തിൻ്റെ ആ ഫോൺ കോൾ മുതൽ ഉഗ്രനായിരുന്നു. സാധാരണ നിങ്ങളുടെ സ്കിറ്റിനൊക്കെ തമാശകൾ കുറവാണെങ്കിലും അതിനൊരു നമുക്കൊരു കണക്ട് ചെയ്യും. നമുക്ക് ആ ക്യാരക്ടേഴ്സുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടാവും. പക്ഷെ ഇത് അങ്ങനെ ഫീൽ ചെയ്തില്ല. ഇതിന് വേണ്ടിയിട്ട് പിടിച്ച പോലെ തോന്നി. പക്ഷെ അതൊന്നും കുറവുകളല്ല കേട്ടോ. നമ്മൾ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞ സ്ഥാനമൊക്കെ മാറ്റുന്നത് അതൊക്കെ നന്നായിരുന്നു ഈ ഓരോ. പക്ഷെ എനിക്കത് കുറച്ചുകൂടെ അതിൻ്റെ ഒരു ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ അത് കുറച്ചുകൂടി യൂസ് ചെയ്യാൻ തോന്നുന്നു. കംപ്ലീറ്റ് കട മൊത്തം പൊളിച്ചു മാത്രം വെച്ച് ഞാനിത് മൊത്തം പൊളിച്ച് കളയാനിരുന്നു. എനിക്ക് വയ്യായിരുന്നു. എനിക്ക് അതാണ് പ്ലാൻ ചെയ്തത്. മൊത്തത്തിൽ അത് ചെറുതായിട്ടൊന്ന് ബാധിച്ചു. പിന്നെ ഈ പറയുന്നത് പോലെ ഒരുപാട് പൊട്ടിച്ചിരികളില്ലായിരുന്നു. പിന്നെയും വന്നതും ഹരിയുടെ ഭാഗത്തുനിന്നുള്ള ഹരിയുടെ ചില പ്രസന്റേഷൻ കൊണ്ടാണ് നമ്മൾ ചിരിച്ചത്. അയ്യോ തുടങ്ങി ആക്ഷൻ പറഞ്ഞായിരുന്നോ എന്നൊക്കെ ചോദിച്ചില്ല. അങ്ങനത്തെ ഹരിയുടെ ചില സാധനങ്ങളുണ്ടല്ലോ, അതിനകത്ത് നിന്നൊക്കെയാണ് ചിരി. സാധാരണ നിങ്ങൾ ഉണ്ടാക്കുന്ന പോലുള്ള വലിയ പൊട്ടിച്ചിരികൾ ഇന്നത്തെ ഈ സ്കിറ്റിൽ ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഗംഭീര പൊട്ടിച്ചിരികളായിട്ടൊക്കെ വരണം. അടിപൊളിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻചേട്ടാ. നസീർക്ക, ഞാൻ പറയുമ്പോൾ കുറച്ച് കാര്യം തുറന്നു പറയും കേട്ടോ. അതിൽ പിണക്കവോ വൈരാഗ്യമോ ഒന്നും തോന്നരുത്. നിങ്ങൾ കളിച്ച് വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. കാര്യം ഇതിനു മുമ്പ് നമ്മുടെ തട്ടുകടയെന്ന് പറഞ്ഞാൽ ഒരു നാടൻ ചായക്കടയിലേക്ക് 2 ബാലെ ആർട്ടിസ്റ്റുകൾ ഓടി അവിടെ നിന്ന് അടിച്ചിട്ട് ഓടി വരുന്ന വഴിയാണ്. അതിന്റെ ഇപ്പോഴും ആ സാധനം ഹിറ്റാണ്. നമ്മൾ അളന്നു കുറിച്ചാ വരുന്നത്. ഒരു ചായം 10 കടി. അത് ആ ബോണ്ടായൊന്നും നമുക്ക് ആ ബോണ്ടാവും നമുക്ക് ഇവിടെ വർക്കൗട്ട് ഇന്ന് വർക്കൗട്ട് ആവില്ല. നിങ്ങളെടുത്ത ആ സാധനം അന്നത്തെ കടി ഇന്നത്തെ കടി എന്ന് പറഞ്ഞ ഒന്നും വർക്കൗട്ട് ആയില്ല. നിങ്ങൾ ചിലപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ച് കാണും അത് നന്നാകാമായിരിക്കാം എന്ന് ചിന്തിച്ച് കാണും. പക്ഷേ അത് നമ്മുടെ ഇതിലേക്ക് ഫ്രെയിമിലേക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ കുറേ നല്ല കൗണ്ടറും ഉണ്ട് കേട്ടോ. ഇല്ല എന്നും പറയല, എന്നും മോശമാണെന്നും പറയല. പക്ഷെ നല്ലത് കുറച്ചുണ്ട്. ആ നല്ലതിൻ്റെ കൂടെ കുറച്ചുകൂടെ നല്ലത് കൊടുത്തിരുന്നത് നന്നായിരുന്നു എന്നേ പറയാനുള്ളൂ. എന്തായാലും ഇത് പോരാ, നമുക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ഇതിനു വേണ്ടി കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു നസീർക്ക. അപ്പോൾ ചായക്കടയുടെ മാർക്സ് ചേട്ടാ, ഞാൻ ഇവർക്കൊരു 12,000 രൂപ കൊടുക്കും. 12,000 രൂപ. നസീർക്ക, ഞാനൊരു 10,000 രൂപ കൊടുക്കും. 12ഉം 10ഉം 22,000 രൂപ ആയിട്ടുണ്ട്. പ്രജേട്ടാ, ടോട്ടൽ പിടിച്ചോ എമൗണ്ട് 35,000 രൂപ. 30,000 നമുക്കിപ്പോൾ ഒരു എമൗണ്ടേ അല്ല. ഉഷാറായിട്ട് അടുത്ത സ്കിറ്റിൽ സെറ്റപ്പായിട്ട് വന്ന് നല്ല മാർക്സും നല്ല ചിരിയും തന്നിട്ട് പോയി. ഓക്കെ, താങ്ക് യു. ഓക്കെ.
എന്താണ് മക്കളെ, എന്താണ്? എനിക്ക് ഉറക്കം വരുന്നു അമ്മൂമ്മ. ഉറക്കം വരുന്നത്? നീ ഈ പകല് കിടന്ന് ഉറങ്ങുകയും ചെയ്യും, രാത്രി ഉറക്കമില്ല, ഏറ്റു നടപ്പ്, ഈ സ്വപ്നം കാഴ്ച തന്നെ നിനക്ക് പരിപാടി. അമ്മൂമ്മ ഞാനൊരു കാര്യം പറയട്ടെ, ഈ നാട്ടുകാർ മുഴുവൻ പറയുന്നത് ഞാൻ പോര നിറഞ്ഞു നിൽക്കുവാന്നാന്നോ അമ്മൂമ്മ? പല്ലതൊക്കെ വലിച്ചു വാരി കഴിക്കുമ്പോ ഓർക്കണം, പോരല്ല ചിലപ്പോ പഞ്ചായത്ത് വരെ നിറഞ്ഞിരിക്കും. വലിച്ചു വാരി കഴിക്കുമ്പോ ഓർക്കണമെന്ന്. 10-35 വയസ്സുണ്ട് എനിക്ക്. ഇതുവരെ അമ്മൂമ്മ എന്നെ കെട്ടിച്ചു വിടണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? മക്കളെ, മുത്തശ്ശിയുടെ കുഞ്ഞല്ലേ മുത്തശ്ശി? മുത്തശ്ശിയുടെ കുഞ്ഞാണോ മുത്തശ്ശി? അതല്ല, മുത്തശ്ശിയുടെ കുഞ്ഞല്ലേ, മുത്തശ്ശിയുടെ കുഞ്ഞാണല്ലോ. മുത്തശ്ശിയുടെ കുഞ്ഞാണല്ലോ ഞാൻ. അത് തന്നെ. അമ്മൂമ്മ പിന്നെ എനിക്ക് ഈ ഗന്ധർവന്റെ കഥ എന്ന് പറഞ്ഞു തരുമോ? കൊച്ചിലെ തൊട്ട് ഈ കഥ പറഞ്ഞു പറഞ്ഞ് ഈ പെണ്ണിന് കൊടുത്ത് ഞാൻ മടുത്ത്. എന്റെ കൊച്ച അങ്ങനെ എപ്പോഴും ഗന്ധർവന്മാരുടെ കഥ പറയാൻ പറ്റില്ല. അതെന്താ ഗന്ധർവന്റെ കഥ പറഞ്ഞ? അതായത് ഈ കല്യാണം കഴിക്കാത്ത സുന്ദരിമാരായ പെണ്ണുങ്ങളില്ലേ, അവരുടെ മുന്നിലാണ് ഗന്ധർവൻ പറയണത്. അയ്യോ, അപ്പൊ ഈ വീട്ടിൽ ഗന്ധർവൻ കേറി ഇറങ്ങി നിരങ്ങുമല്ലോ. ഈ വീട്ടിൽ ഒരിക്കലും ഗന്ധർവൻ കയറിയില്ല. ഇങ്ങനെ കൂടി പോയാ തിരിഞ്ഞു പോലും നോക്കിയല്ല ഗന്ധർവൻ. അതെ, അമ്മൂമ്മ 2 ദിവസം ഒന്ന് മാറിയേക്ക്, ഗന്ധർവൻ കേറുമില്ലോ എന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എന്താണ് മക്കളുടെ പ്രശ്നം? പറ, അത് പറ. എന്റെ പ്രശ്നം വെച്ചാൽ ഗന്ധർവൻ ആരായിട്ടാ വരുന്നേ? എന്റെ വല്യച്ഛന്റെ മകനായിട്ട് വരും. ദാമോദരൻ കൊച്ചച്ഛനായിട്ടോ? ഞാൻ കഥ ഒന്നും പറയണില്ല, എനിക്ക് വേണങ്ങാതെ പറയടി കൊള്ളി കോർത്തിയാണി തള്ളേ പറ. അതായത് ഞാനാണ് പറയണത്, ഗന്ധർവൻ വരുമ്പോഴും എവിടുന്നാ ഗന്ധർവൻ വരുന്നേന്ന് പറ. പാലയെന്നാണ് ഗന്ധർവൻ വരുന്നത്. അപ്പൊ കോട്ടയം വഴിയുള്ള ബസ്സിനായിരിക്കും വരുന്നത് അല്ലേ? നീ എന്തെങ്കിലും വേണങ്ങല്ലേ കാർത്തിയാണി അമ്മേ, വാന്നേ. എന്റെ കൊച്ചു ഒരു കാര്യം പറയുമ്പോ അത് കേക്ക്. ഞാൻ കേക്കാം, പറ. ഗന്ധർവൻ എന്ന് പറയുമ്പോ കാറ്റ് വരും, മിന്നല് വരും, ഇടിവെട്ട് വരും. അപ്പൊ ഗന്ധർവനല്ലേ വരുന്നത്? ഭൂകമ്പമാണോ? നീ എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കൂ. എന്നാ പറ. മക്കളെ, അതായത് മോളിപ്പോ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ രൂപത്തിലായിരിക്കും ഗന്ധർവൻ വരണത്. ശരിക്കും? സ്നേഹിക്കുന്നവരുടെ രൂപത്തിൽ വരുന്നേരെ അവര് കാണില്ല ഒരാളെ മനസ്സിൽ. അങ്ങനെയാണ് ഗന്ധർവൻ വരണത്. അപ്പൊ ഗന്ധർവൻ വരണെന്ന് പറഞ്ഞാൽ സ്വർണ്ണാഭരണങ്ങള്, കിരീടം, കാറ്റ്, പാലപ്പൂവിന്റെ സ്മെല്ല്, ഒന്നും പറയണ്ട. അങ്ങനെ ഇങ്ങനെ ഗന്ധർവന്മാര് വന്ന് നമ്മളെ മനസ്സ് മൊത്തക്കിയിട്ടാണ് അവര് പോകുന്നത്. ഈ പാത്രമൊക്കെ എടുത്തോണ്ട് പോയേക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം വലിച്ചു ഇവിടെ അകത്ത് കയറ്റും. എന്ത് കഷ്ടമാണെന്നവർക്ക് ഒരു കഥ പറഞ്ഞത് ഫൈനൽ എത്തിക്കലപ്പാട് കിടന്ന് ഉറങ്ങിക്കണം. ദേവി ആത്മരാഗമേഘ കന്യാവനിയിൽ സുഖദം കളഗാനം പകരാനണയു ഗന്ധർവ. ഞാൻ മണന്തർവൻ. മണന്തർവനോ? അല്ലെ, മണത്തിന്റെ വേറൊരു പേരുണ്ടല്ലോ. ഗന്ധർവൻ. ഞാൻ ഗന്ധർവൻ. ദേവി ആത്മരാഗമേഘ കന്യാവനിയിൽ സുഖദം കളഗാനം. അയ്യോ, ഈ ഗന്ധർവനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് കേട്ടോ. ഇതാണ് വിറ്റെഴുതി വെച്ചേക്കണേ. ഗന്ധർവനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ആണോ? ഞാനെന്നാ തൊട്ടോട്ടെ. തൊട്ടോ. തൊട്ടോട്ടെ. ഓ യാ. എന്താ? ഒന്നുമില്ല, അങ്ങനെ വല്ലപ്പോഴും അല്ല തൊടുന്നത്. അല്ല, പെട്ടെന്ന് ഈ ഉച്ചമയക്കത്തിൽ എങ്ങനെ ഗന്ധർവൻ വന്നേ? സാധാരണ ഞാൻ രാത്രി സ്വപ്നം കാണുമ്പോഴാ ഗന്ധർവൻ വരുന്നത്. അതെന്നാന്നറിയാമോ? ആരെങ്കിലും രൂപം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ രൂപത്തിൽ ഗന്ധർവൻ വരും. അതാണ് ഈ ഗന്ധർവൻ. അതെ, ഇത് രമേശ് ചേട്ടന്റെ രൂപം. തെക്കലെ രമേശ് ചേട്ടന്റെ രൂപം. അയ്യോ, തെക്കലെ രമേശ് ചേട്ടന്റെ കൂട്ടം. അങ്ങനെ എന്തെങ്കിലും, അങ്ങനെ പ്രണയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഗന്ധർവൻ ആരോടും പറയരുതേ. എന്റെ മനസ്സ് നിറയെ രമേശ് ചേട്ടനാ. ഈ 35 വയസ്സായിട്ട് ഞാൻ കെട്ടാത്ത എന്താന്നറിയോ? എന്റെ മനസ്സ് രമേശ് ചേട്ടൻ ആയോണ്ടാ. എന്തുവാ ഈ രമേശൻ ചേട്ടന് ഇത്രക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം? ഈ രമേശ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ജോലിക്കും കൂലിക്കും പോകാത്ത ആളാ. എനിക്ക് അങ്ങനെയുള്ള ഒരാളെ വേണം. എന്നും എന്നെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കണം. ഈ പണിക്ക് പോകാത്തവരെ ആൾക്കാരെല്ലാം ചീത്ത പറയെങ്കിലും ചിലർക്കൊക്കെ ഉപകാരപ്പെടും അല്ലേ? പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്ക് ഇട്ടുമുടാനുള്ള സ്വത്തുണ്ടല്ലോ. അത് മൂടുണ്ടെന്ന് പറഞ്ഞേക്ക്. അതുകൊണ്ട് എനിക്ക് രമേശ് ചേട്ടനെ തന്നെ കെട്ടണം. ആണോ? അത്രക്ക് ഇഷ്ടമാണോ? അത്രക്ക് ഇഷ്ട രമേശ് ചേട്ടനെ. ഞാൻ സത്യം പറയട്ടെ? എന്നാ പറ. ഞാനാണ് രമേശൻ. ഇത് ഗന്ധർവൻ. എന്റെ അമ്മ സത്യം, ഞാനാണ് രമേശൻ. അല്ല, ഇത് ഗന്ധർവൻ. അല്ലെന്ന്, ഞാൻ രമേശനാണെന്ന്. ഞാൻ നിങ്ങൾ എല്ലാ ദിവസവും ഈ കഥ പറയൂല്ലോ. ഞാൻ അപ്പുറത്തുനിന്ന് ഒളിഞ്ഞു കേൾക്കുമായിരുന്നു. ശരിക്കും രമേശ് ചേട്ടനാണോ? ഞാൻ രമേശ് ചേട്ടനാ.
എനിക്ക് രജനീനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വന്നാ. അല്ല ഈ മുടി നീട്ടി വളർത്തിയേക്കുന്നത് എന്തിനാ? പിന്നെ മൂക്ക് നീട്ടി വളർത്താൻ പറ്റുമോ? ഇതാകുമ്പോ വിക്ക് കിട്ടൂലോ. എന്നെ ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമൊക്കെ പെട്ട് രമേശേട്ടൻ ദേഷ്യം വരാറുണ്ടോ? എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പ്രശ്നക്കാരനാ. ഞാൻ എന്റെ പാട്ടിന് പോവും. പാട്ടിന് പോവും? എന്നാ പിന്നെ ഞാൻ ഡാൻസിന് പോവും. ആണോ? അപ്പൊ നമുക്ക് മെഗാഷോ എടുത്ത് ജീവിക്കാമല്ലോ. ചേട്ടൻ ഒരു പാട്ട് പാടെങ്കിൽ ഞാൻ ഏത് പാട്ട് പാടണം? ലാത്തിരി പൂത്തിരിയാണ്. ലാത്തിരി പൂത്തിരി പുന്തിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, ലാത്തിരി പൂത്തിരി പുന്തിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ എനിക്ക് രമേശേട്ടനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ, നീ എന്നീഹാരക്കോടി തരൂ, കാണാതെ വിന്നിതളായി മറയും മന്മഥനുള്ളിൽ കൊടിയേറിയ ചന്ദ്രോത്സവമായി ആലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ. മക്കളെ എന്താണ് ഇവിടെ ഒരു ചെമ്പകളൊക്കെ കേൾക്കുന്നത്? അമ്മമ്മേ അതെന്താന്നറിയോ, ഇവിടെ ഗന്ധർവം വന്ന്. ഈ പെണ്ണിന് വെറുതെ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. എവിടെ ഗന്ധർവൻ വന്നു? ശരിക്കും ഗന്ധർവൻ വന്ന മുമ്മേ. എവിടെ ഗന്ധർവൻ? ഇവിടെ ഗന്ധർവൻ. ഗന്ധർവൻ മക്കളെ, ഗന്ധർവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പ്രത്യേകത ഇവർക്ക്. ഇവർക്ക് ഒരിക്കലും വേദനിക്കുക പോലും ഇല്ല. ഇവർക്ക് വേദനിക്കില്ലേ? ഭയങ്കര മനസ്സാ ഇവർക്ക്. മക്കള് ശ്രദ്ധിച്ചോ? എന്റെ പാട്ട് പാടുന്ന കേട്ടോ, വേദനിച്ചില്ല. അതാ പറഞ്ഞ വേദനിക്കലെന്നുള്ള കാര്യം പറഞ്ഞു. നീ അപ്പുറത്തെ രമേശനല്ലേടാ? അല്ല, അപ്പുറത്തെ ഇവിടെ പാട കയറി. നീ അപ്പുറത്തെ രമേശനല്ലേ? നീ എന്തിനാടാ ഇവിടെ വന്നത്? എനിക്ക് രജനിനെ ഇഷ്ടമാണ്. രജനിനെ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് രമേശ് ചേട്ടനെ ഇഷ്ടമാ. എന്ത് കണ്ടിട്ടാണ് നീ ഇവനെ ഇഷ്ടപ്പെട്ടത്? ഇവൻ ഒരു പണിക്കും വേലക്കും പോലെ എങ്ങനെ പിന്നെ നിങ്ങൾ ജീവിക്കും? അത് കണ്ടിട്ടാ എനിക്ക് ഇഷ്ടമായത്. ഏത് പണിക്കും വേലക്കും പോകാതെ എന്നെ തന്നെ നോക്കിയിരിക്കുന്ന ഒരാളെയല്ലേ അമ്മ എനിക്ക് വേണ്ടത്. നീ എന്തൊക്കെ ചെയ്യും? നീ എന്തൊക്കെ ചെയ്യും? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഞാൻ രജനെ പൊന്നു പോലെ നോക്കും. എനിക്കൊന്ന് കെട്ടിച്ചെന്നാ മതി. അതെ, രമേശ് ചേട്ടൻ പാട്ട് പാടി, ഞാൻ ഡാൻസ് കളിക്കും. ഞങ്ങളൊരു മെഗാ ഷോ നടത്തി ഞങ്ങൾ സുഖമായിട്ട്. അതങ്ങനെ. അപ്പൊ നിങ്ങൾ മെഗാ ഷോ നടത്താനായിട്ടാണ് നിങ്ങൾ നടക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്റെ അച്ഛനും അമ്മേനും വിളിച്ചു പറഞ്ഞിട്ട് ഈ കല്യാണം ഞാൻ നടത്തി തരാം. അയ്യോ സുന്ദരി അമ്മ. എന്റെ പൊന്നു രക്ഷപ്പെട്ടു. അയ്യോ എന്താ ഇത് ഊരുന്നേ? ഇതൊന്നും ഊരരുത്, ഇത് ഊരരുത്, ഇത് കഴുത്തിലിട്. ഇല്ല, ഇത് ഊരിക്കളയാ. ഇല്ല ഇത് ഊരരുത്. എനിക്ക് രമേശ് ചേട്ടനെ ഗന്ധർവനായിട്ട് ഇഷ്ടം. അങ്ങനെയല്ലേ, ഞാൻ രമേശനല്ലേ? രമേശ് കോസ്റ്റ്യൂം വാടക 150 രൂപ. ആ 150 രൂപ എന്റെ അച്ഛൻ ഒരുപാട് സ്വത്തുള്ള, എന്നും ഞാൻ വാടക കൊടുത്തോളാം. രമേശ് ചേട്ടൻ എന്നും ഇനി ഇങ്ങനെ നടന്നാ മതി. എനിക്ക് ഗന്ധർവനെ കെട്ടണം. എനിക്ക് ഗന്ധർവനെ കെട്ടണം. അല്ല, എനിക്ക് ഗന്ധർവനെ കെട്ടണം. മക്കൾ ഇങ്ങോട്ട് വന്നേ. ഏതായാലും നീ ഗന്ധർവൻ എന്നുള്ള ഒരു ഭാരം നിന്റെ തലയിലെടുത്ത് വെച്ചാ, അതുപോലെ ഈ ഭാരത്തിനെ കൂടി എടുത്ത് നിന്റെ തലയിലേക്ക് എടുത്ത് വെക്കണ. സമയം കഴിഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. വളരെ വേഗമാണ് ഇപ്പൊ സമയം പോകുന്നത്. സ്കിറ്റ്, വർത്തമാനം, ചിരി, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശകലനം ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് സമയം പോകുന്നു. നേരത്തേക്കാളും പെട്ടെന്ന് സമയം പോകുന്നു. ഗൈസ്, അപ്പൊ നമുക്ക് പോവാം. തീർച്ചയായിട്ടും പോവാം. ഇവർക്ക് നമുക്കൊരു നല്ല ഗൈഡ് കൊടുക്കണം. ഇവര് മൂവാറ്റുപുഴ നമ്മുടെ ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ ഫിജി കാട്ടുന്ന വന്ന ഫാമിലിയാണ്. എല്ലാവരും ഉഷാറായിരുന്നു. അപ്പോ നമുക്ക് അടുത്ത ദിവസം കാണാം. ഒരുപാട് ചിരിക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് സ്കിറ്റുകളും അടിപൊളി മുഹൂർത്തങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.